നമസ്തേ, ഏവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പറയുവാൻ ഉദ്ദേശിക്കുന്നത് ഓൺലൈൻ യോഗയിലെ അപകടങ്ങളെക്കുറിച്ചാണ്. ഏവർക്കും ഒരേ തരത്തിൽ ചെയ്യാവുന്ന ഒന്നല്ല യോഗ പദ്ധതികൾ. ഓരോരുത്തരുടെയും ശാരീരിക അവസ്ഥകൾ വ്യത്യസ്തമാണ്. പലരുടെയും നാഡികൾ പൂർണ്ണമായി ശുദ്ധമായിരിക്കണമെന്നില്ല. ചിലരുടേത് ഇടനാഡിയായിരിക്കും ഏറ്റവും കൂടുതൽ ആക്റ്റീവായിട്ടുള്ളത്. ചിലരുടേത് പിംഗള നാഡിയായിരിക്കും വളരെയധികം ആക്റ്റീവായിട്ടുള്ളത്. ഇതിൽ ഇടനാഡി ആക്റ്റീവായിട്ടുള്ളവർ വളരെയധികം അലസന്മാരും ചിലപ്പോൾ വളരെയധികം ചിന്തിക്കുന്നവരും ഒക്കെ ആയിരിക്കാം. എന്നാൽ പിംഗള നാഡി കൂടുതൽ ഉണർന്നിട്ടുള്ള ആൾക്കാർ അവർ വളരെ ഉന്മേഷവാന്മാരും ചിലപ്പോൾ അതിൻ്റെ അതിയായ പ്രവർത്തനം കൊണ്ട് അടങ്ങിയിരിക്കാൻ കഴിയാത്ത ഒരു സ്വഭാവക്കാരും ആയിരിക്കും. കുട്ടികളിൽ കാണപ്പെടുന്ന ഹൈപ്പർ ആക്ടിവിറ്റി എന്ന അസുഖം ഇടനാഡി കുറഞ്ഞ പ്രവർത്തനവും പിംഗളനാഡി വളരെയധികം പ്രവർത്തിക്കുന്നതിൻ്റെയും ഭാഗമായി ഉണ്ടാകുന്നതാണ്. ഇടനാഡിയെ കൂടുതൽ പ്രവർത്തിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിനെ ഉണർത്തിക്കൊണ്ട് നമുക്ക് ഇത് നിയന്ത്രിക്കാവുന്നതാണ്. ഇതുമാതിരി പല തരത്തിലായിരിക്കും പല ആൾക്കാരുടെയും ശരീരവിശേഷതകൾ ഉണ്ടാവുക. പഴയ ആൾക്കാരൊക്കെ ഒരു കാലിന് മേൽ മറ്റൊരു കാൽ കയറ്റിയിരിക്കുന്നതിനെ വിലക്കിയിരുന്നു. മുതിർന്നവരോടുള്ള ബഹുമാന കുറവ് ആയിട്ടാണ് അവർ ഇതിനെ ചിത്രീകരിച്ചിരുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ നേരത്തെ ഞാൻ പറഞ്ഞ ഈ ഒരു കാര്യമാണ് ഇതിൻ്റെ പിന്നിലുള്ള അടിസ്ഥാനം. വലതുനാഡി കൂടുതലായി പ്രവർത്തിക്കുമ്പോഴാണ് നമ്മുടെ ഭക്ഷണം നന്നായി ദഹിക്കുന്നതും വളരെയധികം നന്നായി നമുക്ക് സംസാരിക്കുവാനാണെങ്കിലും കഠിനമായ പ്രവൃത്തികൾ ചെയ്യുവാനാണെങ്കിലും നമുക്ക് സാധിക്കുന്നത്. അതുവഴി നമുക്ക് പ്രാണനഷ്ടം സംഭവിക്കുന്നില്ല. എന്നാൽ ഇടനാഡി പ്രവർത്തിക്കുമ്പോഴാണ് നാം ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ നമ്മുടെ ഭക്ഷണം ശരിയായി ദഹിക്കാതിരിക്കുവാനും അതേസമയം ദഹനക്കേടുണ്ടാകുവാനും ഒക്കെ അത് കാരണമാകുന്നു. ഒരു ശരയോഗിക്ക് ഈ കാര്യങ്ങളെല്ലാം വളരെ വ്യക്തമായി അറിയാം. അയാൾ ഒരു ദിവസം തുടങ്ങുന്നത് തന്നെ വളരെ ശ്രദ്ധാപൂർവമാണ്. ശ്വാസം എങ്ങനെ ഉപയോഗിക്കണമെന്ന് ഒരു ശരയോഗിക്ക് നന്നായി അറിയാം. ശരയോഗം കൂടാതെ ഒരിക്കലും യോഗ പൂർണ്ണമാകില്ല. എപ്പോഴാണ് നാം യോഗം ചെയ്യേണ്ടത്? പലർക്കും ഇത് അറിവില്ലാത്ത ഒരു കാര്യം തന്നെയാണ്. ഏവരും വിചാരിക്കുന്നത് പ്രഭാതത്തിൽ ഇത് ചെയ്യാമെന്നാണ്. ചിലർ ഒഴിഞ്ഞ വയറ്റിൽ വൈകുന്നേരവും ഇത് ചെയ്യാം എന്നാണ്. എന്നാൽ ഈ സമയങ്ങളിലൊക്കെ തന്നെ ചെയ്യാം. എന്നിരുന്നാലും ഏറ്റവും കൃത്യമായ സമയം എന്ന് പറയുന്നത് നമ്മുടെ ഇരുമൂക്കിലൂടെയും ശ്വാസം ഒരുപോലെ പോകുന്ന സമയമാണ്. നാം സ്ഥിരമായി ശ്വാസത്തെ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മുടെ വലത് മൂക്കിലൂടെ ആയിരിക്കും ചില സമയം ശ്വാസം നന്നായി ഒഴുകുക, ചില സമയം ഇടത് മൂക്കിലൂടെയും. എന്നാൽ നമ്മുടെ ഇരുമൂക്കിലൂടെയും ശ്വാസം ഒഴുകുന്ന ഒരു സമയമാണ് നമ്മുടെ സുഷുമ്ന പ്രവർത്തിക്കുന്നത്, അതിലൂടെയുള്ള പ്രാണസഞ്ചാരം നടക്കുന്നത്. ആ സമയമത്രേ യോഗ ചെയ്യുവാൻ വളരെ അനുയോജ്യമായ സമയം. എന്നാൽ ചിലപ്പോൾ ആ സമയം നാം ഭക്ഷണം എന്തെങ്കിലും കഴിച്ചിട്ടുണ്ടെങ്കിൽ ആ സമയം നമുക്ക് ഉപയോഗിക്കുവാൻ സാധിക്കുകയില്ല. എന്നാൽ നാം പ്രഭാതത്തിലോ അല്ലെങ്കിൽ വയർ ഒഴിഞ്ഞ വേളയിലോ നമുക്ക് ഇരുമൂക്കിലൂടെയും ശ്വാസം ഒഴുകണമെങ്കിൽ അതിനുള്ള ക്രിയകൾ ഉണ്ട്. അതൊക്കെ ഗുരുസമക്ഷം വന്ന് പഠിക്കേണ്ട കാര്യങ്ങളാണ്. ഇത് വളരെ രഹസ്യമായി മുൻപ് ആർക്കും കൊടുത്തിട്ടില്ലാതെ യോഗിവര്യന്മാർ സൂക്ഷിച്ച ഒരു വിദ്യയാണ്. ഇതാണ് ശരയോഗം. മഹാമുനിമാരുടെ കയ്യിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുള്ള യോഗദണ്ഡ് ശരം മാറ്റുവാൻ ഉപയോഗിക്കുന്നതാണ്. അത് ഒരു കൈയിൽ നിന്ന് മറ്റൊരു കൈയിലേക്ക് മാറ്റി വയ്ക്കുമ്പോൾ കുറച്ചു നേരത്തേക്ക് നാസാദ്വാരത്തിലൂടെ ശ്വാസം ഒഴുകാൻ തുടങ്ങുന്നു. അതേസമയം രണ്ട് സമയവും കൃത്യമാക്കി രണ്ട് മൂക്കിലൂടെയും ശ്വാസം ഒഴുകുമ്പോൾ അവർ യോഗാഭ്യാസം നടത്തുന്നു. കൂടാതെ രാജയോഗം അഭ്യസിക്കുന്നവർ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ധാരണ, ധ്യാനം, സമാധി ഇവയൊക്കെ ചെയ്യുന്നവർ അവരുടെ ശരം ഇതുപോലെ തുല്യമാക്കി നിർത്തുവാനാണ് യോഗദണ്ഡ് ഉപയോഗിക്കുന്നത്. ഒരു ഗുരുവിന്റെ മുന്നിലെത്തുന്ന സാധകനെ അദ്ദേഹത്തിന്റെ ശ്വാസഗതികൾ വിശദമായി പരിശോധിച്ചതിന് ശേഷം, ശ്വാസഗതി മാത്രമല്ല അദ്ദേഹത്തിന്റെ നാഡി സഹിതം പരിശോധിച്ചതിന് ശേഷം മാത്രമാണ് അദ്ദേഹം ചെയ്യേണ്ട യോഗ പദ്ധതികളെ കുറിച്ച് ആചാര്യൻ മനസ്സ് തുറക്കുകയുള്ളൂ. എന്നാൽ ഓൺലൈൻ വഴി നാം യോഗ ക്ലാസ് നടത്തുമ്പോൾ
ഒരു ശിഷ്യന്റെ നാഡി പരിശോധിക്കുവാനോ അവന്റെ ശ്വാസഗതി എത്ര വരെ പോകുന്നുണ്ടെന്നോ അത് ഏത് നാഡിയിലൂടെയൊക്കെ ഒഴുകുന്നുണ്ട് എന്നോ നമുക്കത് മനസ്സിലാക്കുവാൻ സാധിക്കില്ല. ഇത്തരത്തിൽ ഓൺലൈൻ വഴി എല്ലാവർക്കും ഒരേപോലുള്ള യോഗ നൽകുമ്പോൾ ചിലരിൽ അവരുടെ പിംഗള നാഡി ആക്റ്റീവ് ആവുകയും ചിലരിൽ ഇടനാഡി തന്നെ കൂടുതൽ ആക്റ്റീവ് ആവുകയും ചെയ്യും. അതിന്റെ ഫലമായി ചിലർക്ക് അമിതമായ ഉത്സാഹമോ അല്ലെങ്കിൽ ഉറക്കക്കുറവോ ഉന്മേഷമോ എന്തെങ്കിലും അനുഭവപ്പെടാം. ചിലരിൽ അമിതമായ ക്ഷീണമോ മറ്റ് പ്രയാസങ്ങളോ ഉണ്ടാകാം. ആയതിനാലാണ് നാം ഇത് വളരെയധികം ശ്രദ്ധിച്ചതിന് ശേഷം അല്ലെങ്കിൽ ശിഷ്യനെ നിരീക്ഷിച്ചതിന് ശേഷം മാത്രം യോഗം നൽകണം എന്ന് പറയുന്നത്. എല്ലാം സമ അവസ്ഥയിലെത്താതെ നമുക്ക് ഈശ്വരീയ അനുഭവങ്ങളിലേക്ക് കടക്കുവാൻ സാധിക്കുകയില്ല. യോഗ വളരെ കൃത്യമായും ശ്രദ്ധയോടും ചെയ്തു വന്നാൽ നമ്മുടെ അനാരോഗ്യം മാറുകയും ആരോഗ്യം വർദ്ധിക്കുകയും അതോടൊപ്പം തന്നെ ഈശ്വരാനുഭവം സിദ്ധിക്കുകയും ചെയ്യും. എന്നാൽ ഇത് കൃത്യമായി ലഭിക്കാത്ത ചിലരെ എനിക്കറിയാം. അതിലൊരാൾക്ക് അതിഭയങ്കരമായ ഉറക്കക്കുറവ് അനുഭവപ്പെടുകയും ഏത് രാത്രിയും ഉണർന്നിരിക്കേണ്ട ഒരു സ്ഥിതി സംജാതമാവുകയും ഒടുവിൽ ആത്മഹത്യക്ക് ശ്രമിക്കുകയും ചെയ്തു. യഥാർത്ഥത്തിൽ അത് എന്തുകൊണ്ടാണെന്ന് അദ്ദേഹത്തിന് പോലും മനസ്സിലായില്ല. എന്നാൽ അദ്ദേഹത്തിന്റെ ആ ഒരു ജീവിത രീതിയും യോഗചര്യകളും കേട്ട് മനസ്സിലാക്കിയ എനിക്ക് കാര്യം പെട്ടെന്ന് തന്നെ മനസ്സിലായി. ഒടുവിൽ ഒരു ഏകദേശം തിരുത്തി കൊടുക്കുവാൻ എനിക്ക് സാധിച്ചു. അദ്ദേഹം ഇപ്പോൾ യാതൊന്നും തന്നെ ചെയ്യുന്നില്ല. ഒടുവിൽ ഇപ്പോൾ ഉറക്കമരുന്നിനും മറ്റും അടിമയായി അദ്ദേഹം അങ്ങനെ ജീവിക്കുകയാണ്. ഒരു കാര്യം ഞാൻ നിങ്ങളോട് വീണ്ടും ഊന്നി പറയുകയാണ്. ഇത് ശ്രദ്ധയോടെ നിങ്ങൾ ചെയ്തില്ല എങ്കിൽ പലവിധമായ ദുരന്തങ്ങളും അത് നിങ്ങളിലേക്ക് കൊണ്ടുവരും. ചില ചാനലുകളിൽ ഞാൻ കണ്ടിട്ടുണ്ട് വിരൽ വേദനയ്ക്ക് യോഗ, മുട്ടുവേദനയ്ക്ക് യോഗ, അങ്ങനെ ശാരീരികമായ ചില വ്യായാമങ്ങൾ മാത്രം നൽകുന്നവ. ഇതുകൊണ്ട് നിങ്ങൾക്ക് വലിയ പ്രശ്നമൊന്നും ഉണ്ടാവുകയില്ല. കാരണം അതിനു വേണ്ടിയുള്ള ചെറിയ ചെറിയ എക്സസൈസുകൾ മാത്രമാണ്. അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. പക്ഷേ മറ്റു കാര്യങ്ങളിലേക്ക് കടക്കുമ്പോൾ, അതായത് യഥാർത്ഥത്തിൽ നിങ്ങൾ ചെയ്യേണ്ടതായ ക്രിയകളിലേക്ക് കടക്കുമ്പോഴാണ് അപകടം. ചില യൂട്യൂബർമാർ അവരുടെ ചാനലിന്റെ വ്യൂവേഴ്സ് വർദ്ധിപ്പിക്കുവാനായി ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രം ഇങ്ങനെ നൽകുന്നുണ്ട്. എന്നാൽ അവർ എത്രത്തോളം പഠിച്ചിട്ടുണ്ടെന്നോ അവർക്ക് ഇതിൽ എത്രയൊക്കെ അഗാധമായ അറിവുണ്ടെന്നോ നമുക്കറിയുവാൻ സാധിക്കുകയില്ല. യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് ഒരു ഗുരുവിനെ വേണമെങ്കിൽ അതിന് അവരെ പരീക്ഷിച്ച് നോക്കേണ്ടതുണ്ട്. ഇവരെ എങ്ങനെ തിരിച്ചറിയാം എന്ന് പറഞ്ഞാൽ, ഒരു യോഗി അല്ലെങ്കിൽ നിങ്ങളുടെ യോഗാചാര്യൻ അദ്ദേഹത്തിന്റെ ശ്വാസം മൂക്കിനും നെറ്റിക്കുമിടയിൽ മാത്രമാണ് ഒഴുകുന്നു എങ്കിൽ അദ്ദേഹം പറയുന്നത് നിങ്ങൾക്ക് കേൾക്കാവുന്നതാണ്. ഇനി അതിൽ കൂടുതലായി പുറത്തോട്ട് ഒരു 2 അംഗുലം ശ്വാസം ഒഴുകുന്നുണ്ട് എങ്കിലും അദ്ദേഹത്തെ നിങ്ങൾക്ക് വിശ്വസിക്കാം. ഇനി ഒരു ഗുരുനാഥൻ വന്നിട്ട് അദ്ദേഹം തന്റെ ഹൃദയത്തെ നിർത്തിയും ജീവിച്ചിരുന്ന് കാണിച്ചു തരികയാണെങ്കിൽ അദ്ദേഹത്തെ നിങ്ങൾ ശരണാഗതി പ്രാപിക്കുക. അദ്ദേഹം നിശ്ചയമായും നിങ്ങൾക്ക് മോക്ഷം നേടിത്തരുന്നതാണ്. നേടിത്തരുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ പ്രയത്നിക്കാതെ അല്ല കേട്ടോ. അദ്ദേഹം അതിനുള്ള എല്ലാ വഴികളും നിങ്ങൾക്ക് പറഞ്ഞു തരും. അദ്ദേഹത്തെ 100% നിങ്ങൾക്ക് വിശ്വസിക്കാവുന്നതാണ്. 3-4 അംഗുലത്തിന് പുറത്തേക്ക് ശ്വാസം പോകുന്ന ഗുരുവിനെ നിങ്ങൾ അനുസരിക്കുകയാണെങ്കിൽ അതിൻ്റെതായ എന്തെങ്കിലും പ്രത്യാഘാതം നിങ്ങൾക്ക് ഉണ്ടാകുന്നതാണ്. ഇനിയും യഥാർത്ഥ ഗുരുവിനെ അറിയുവാനായി വളരെ വലിയ വലിയ കാര്യങ്ങളുണ്ട്. എന്നാൽ അവയിലേക്കൊന്നും ഈ ഒരു വീഡിയോയിൽ പോകാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം ഇതിന്റെ ദൈർഘ്യം തന്നെ അതിന് കാരണം. അതിനാൽ ഇത് ഇവിടെ നിർത്തുകയാണ്. ഇനിയും വളരെ ഇൻഫർമേറ്റീവായ ധാരാളം കാര്യങ്ങൾ നിങ്ങൾക്കായി എനിക്ക് പറഞ്ഞു തരുവാൻ കഴിയും. അതിനായി നിങ്ങൾ ഇതുവരെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെൽ ബട്ടൺ അമർത്തുകയും മറ്റുള്ളവർക്കായി ഷെയർ ചെയ്യുകയും ചെയ്യുക. അപ്പോൾ ഏവർക്കും നല്ലൊരു ഗുരുവിനെ ലഭിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.